ഭക്ഷണ രീതി നമുക്ക് വേണ്ടത് ഒരു ബാലൻസ് ഡയറ്റാണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ഫുഡ് മാത്രം അമിതമായിട്ട് എടുക്കുന്നതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, വെജിറ്റബിൾസ് വേണം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വേണം, നട്ട്സ് വേണം. ഇതെല്ലാം കൃത്യം അളവിന് ആ ഒരു പാകത്തിന് നമ്മുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പ്രായം ചെല്ലുന്തോറും നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 വയസ്സ് ഒരു 20 വയസ്സുള്ള ആളുടെ അത്രയും നമുക്ക് ഫുഡ് ഒരു 30-40 വയസ്സിൽ വേണ്ട. കാർബോഹൈഡ്രേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബാലൻസ് രീതിയിൽ കഴിച്ചാൽ നമുക്ക് കഴിയുന്നതിൻ്റെ അളവും നമുക്ക് താരതമ്യേന കുറയ്ക്കാൻ കഴിയും. പ്രായം ചെല്ലുന്നതും കാർബോഹൈഡ്രേറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. നമ്മുടെ അരി ആഹാരം, പ്രോട്ടീൻസ്, വെജിറ്റബിൾസ്. പ്രോട്ടീൻസ് നമുക്ക് മത്സ്യം, ചിക്കൻ ആയാലും അങ്ങനെ, അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ സോയ, പൾസസ്, അതിലെല്ലാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻസ് കൂട്ടുക, വെജിറ്റബിൾസിൻ്റെ എമൗണ്ട് കൂട്ടുക. അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റ് ഈ കാർബോഹൈഡ്രേറ്റ് ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു സാലഡ്, ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത സാലഡ് കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിശപ്പും തോന്നില്ല, ഈ എടുക്കുന്ന എമൗണ്ട് കുറയ്ക്കാനും കഴിയും. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് ഇതിൻ്റെ സമയമാണ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമയം അത് കൃത്യസമയത്തിന് പാലിക്കണം. പ്രത്യേകിച്ച് ഈ പ്രമേഹ രോഗികൾ രാവിലെ ഒരു 7-8 മണി, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 12-1 മണി, നൈറ്റിലെ ഭക്ഷണം ഒരു 7-8 മണി. നൈറ്റ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് സമയത്താണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മിസ്സാവാനേ പാടില്ല, അതൊന്നും. പിന്നെ ലഞ്ച് ആകുമ്പോഴത്തേക്ക് വീണ്ടും അളവ് കുറയാം. ഡിന്നർ ആകുമ്പോഴത്തേക്ക് ഏറ്റവും മിതമായ ആഹാരം ഡിന്നർ സമയത്തായിരിക്കണം. വളരെ ലളിതമായിട്ടേ കഴിക്കാവൂ. അത് കഴിച്ച് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ ഉറങ്ങാനും പാടും. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് നടക്കുക, ഒരു 15 മിനിറ്റ് നടക്കുക, കുറച്ച് വ്യായാമം ചെയ്യുക. അതൊക്കെ ബോഡിക്ക് നല്ലതാണ്.